എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് ഒരു വെജിറ്റബിൾ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാവേ. അതിനായിട്ട് ഈ ലോങ് റൈസ് നമുക്ക് കുറച്ച് ഉപ്പിട്ട് വേവിച്ചെടുക്കാം. ഒരു 3/4 ഭാഗം വെന്താൽ മതി കേട്ടോ. ചോറ് വേവിക്കുമ്പം വേറെ സ്പൈസസ് ഒന്നും ചേർക്കണ്ട, വെറുതെ ഉപ്പിട്ട് വേവിച്ചെടുത്താൽ മതിയേ. ഇനി ഇതിനായിട്ട് വേണ്ട വെജിറ്റബിൾസ്: ഇഞ്ചി ചെറുതായിട്ടരിഞ്ഞത്, വെളുത്തുള്ളി ചെറുതായിട്ടരിഞ്ഞത്, പച്ചമുളക്, സവോള, ക്യാരറ്റ്, പിന്നെ ക്യാബേജ്, ക്യാപ്സിക്കം. ബീൻസ് ഉണ്ടെങ്കിൽ ബീൻസും എടുക്കാവേ. ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം, എല്ലാം കൊത്തി അരിഞ്ഞ് വെക്കണം കേട്ടോ. ഇനി ഒരു പാത്രം അടുപ്പ് വെച്ച് ചൂടായി വരുമ്പം അതിലേക്ക് നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ പാം ഓയിലാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. വെളിച്ചെണ്ണ അല്ലാത്ത മറ്റേതെങ്കിലും ഓയിൽ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇനി എണ്ണ ചൂടായി വന്നു കഴിഞ്ഞാൽ നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടെ ചേർത്ത് വഴറ്റി കൊടുക്കാവേ. തീ നല്ല ഹൈ ഫ്ലെയിമിലാക്കി വെച്ച് വേണം ഇതൊക്കെ ചെയ്യാൻ കേട്ടോ. ഒത്തിരി അങ്ങ് മൂത്ത് പോകേണ്ട ആവശ്യമൊന്നുമില്ല. അതിന് ശേഷം കുത്തി അരിഞ്ഞു വെച്ചിട്ടുള്ള സവോള ചേർത്ത് കൊടുക്കാം. സവോളയും ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാവേ. സവോള ഒരുവിധം ഒന്ന് വാടി വന്നു കഴിഞ്ഞാൽ നമ്മൾ കൊത്തി അരിഞ്ഞ് വെച്ചിട്ടുള്ള ക്യാരറ്റ് ചേർത്ത് കൊടുക്കാതെ. ക്യാരറ്റും കൂടെ ചേർത്ത് കൊടുത്തു കഴിഞ്ഞ് നമുക്ക് ഒരു 1/2 സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം. പഞ്ചസാര ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഈ വെജിറ്റബിൾസിൻ്റെയൊക്കെ കളറ് അതേപോലെ തന്നെ നിൽക്കുവേ. പിന്നെ ഈ വെജിറ്റബിൾസിന് ആവശ്യമായ ഉപ്പിട്ട് കൊടുക്കാൻ മറക്കരുത് കേട്ടോ. ചോറ് നമ്മൾ ഉപ്പിട്ടാണ് വേവിച്ചിരിക്കുന്നത്, എങ്കിലും ഈ പച്ചക്കറിക്ക് ഉപ്പ് വേണം. പിന്നെ ഈ ക്യാപ്സിക്കം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ ഒത്തിരി ഒന്നും മൂത്ത് പോകേണ്ട ആവശ്യമില്ല. പെട്ടെന്ന് തന്നെ ഒന്ന് 2-3 ഇളക്കി ചൂടാക്കി കഴിഞ്ഞാൽ അടുത്ത ഓരോ വെജിറ്റബിൾസ് ഇട്ട് കൊടുക്കാം. ഇനി ക്യാബേജ് ചേർത്ത് കൊടുക്കാം. ഞാനിതിൽ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നേ, ആ വീഡിയോ ഇതിൽ നിന്ന് മിസ്സായി പോയതുകൊണ്ടാണ്. അപ്പോൾ ഈ വെജിറ്റബിൾസ് എല്ലാം നന്നായിട്ടൊന്ന് മിക്സായി വന്നു കഴിഞ്ഞാൽ എരിവിനാവശ്യമായ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് യോജിപ്പിച്ച് കഴിഞ്ഞാൽ 1 ടേബിൾ സ്പൂൺ സോയാ സോസ് കൂടെ ഒഴിക്കണം. നമുക്ക് വേവിച്ച് ഊറ്റി വെച്ചിട്ടുള്ള ചോറ് ഇതിലേക്ക് ചേർത്ത് ഇളക്കിയെടുക്കാം. അപ്പോൾ നമ്മൾ ഈ ഫ്രൈഡ് റൈസിനുള്ള ചോറ് തലേദിവസം തന്നെ വേവിച്ച് ഫ്രിഡ്ജിനകത്ത് വെക്കുവാണെങ്കിൽ ഏറ്റവും നല്ലതാണ് കേട്ടോ. തണുത്ത ചോറ് മാത്രമേ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുള്ളൂ. ചൂടോടെ ചേർത്ത് കഴിഞ്ഞാൽ ചോറ് പൊടിഞ്ഞു പോകും. ഇത് നമ്മൾ ചോറ് ആദ്യം തന്നെ വേവിച്ച് എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നേ. അത് കഴിഞ്ഞാണ് ഈ പച്ചക്കറിയൊക്കെ അരിഞ്ഞത്. ആ സമയത്തേക്ക് നമ്മുടെ ചോറിൻ്റെ ചൂട് കുറഞ്ഞിട്ടുണ്ടായിരിക്കുവേ. ചൂടോടെ ചേർത്ത് കൊടുക്കാതെ ഇരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. എന്നാൽ മാത്രമേ ഉള്ളൂ ഈ ചോറിങ്ങനെ ഒന്നൊന്നേ വിട്ട് നിൽക്കത്തുള്ളൂ. അപ്പോൾ അതേ നമ്മുടെ ഫ്രൈഡ് റൈസ് ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അകത്ത് വേണമെങ്കിൽ സ്പ്രിംഗ് ഒനിയനും നമ്മുടെ സെലറി ഇലയും ചേർത്ത് കൊടുക്കാവേ. ഞാനിപ്പം സെലറി ഇല ഇല്ലാഞ്ഞുകൊണ്ട് കുറച്ച് മല്ലിയിലയാണ് ചേർത്ത് കൊടുത്തത് കേട്ടോ. പിന്നെ സോസിൻ്റെ ചെറിയൊരു ടേസ്റ്റ് കുറവുള്ള പോലെ തോന്നിയതുകൊണ്ട് കുറച്ചുകൂടെ സോസ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വെജിറ്റബിൾ ഫ്രൈഡ് റൈസ്. ഇനി ഇതിൻ്റെ അകത്തോട്ട് മുട്ട വേണേൽ ചിക്കി പൊരിച്ച് ചേർത്ത് കൊടുത്താൽ എഗ് ഫ്രൈഡ് റൈസ് ആയി കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.